പ്രശസ്തമായ നാഗമഠത്ത് തറവാട്ടിലെ മുത്തശ്ശിക്ക് പ്രായാധിക്യമായത് കാരണം അനന്തരാവകാശിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അതോടെ ആ തറവാട്ടിൽ ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. ശിവലിംഗത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ സ്വപ്നം കാണുന്ന ആളാകും മുത്തശ്ശിയുടെ പിന്മുറക്കാരിയെന്ന് പ്രവചിക്കപ്പെട്ടതോടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ വൈഷ്ണവിയിലേക്ക് നിയോഗം നീണ്ടുചെന്നു. ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈഷ്ണവി ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപായങ്ങൾ തേടി. കാമുകനും കൂട്ടുകാരുമൊത്ത് തറവാട്ടിലെത്തിയ വൈഷ്ണവിയുടെ കൂട്ടുകാരന്റെ കൈപ്പിഴ മൂലം വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഒരു നാഗം മൺപുറ്റിനുള്ളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. ദക്ഷകയുടെ വേഷമെടുക്കുന്ന നാഗം നാഗമഠത്തെ ഓരോരുത്തരെയും കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ സർവശക്തനായ ശിവനാഗം ദക്ഷകയുടെ വഴിമുടക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നാഗമഠത്തെ മുത്തശ്ശി കാത്തുസൂക്ഷിച്ച മുത്തച്ഛൻ കാവും തറവാടും ദക്ഷകയുടെ പൈശാചിക നീക്കങ്ങൾ മൂലം അംഗപ്പറമ്പാകുന്നു. രാക്ഷസിയും ദൈവവും മുഖാമുഖം കാണുന്ന അംഗം. ഈ അടയാളം വരുമ്പോൾ എനിക്ക് വിഷം പുറത്തുവിടാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്? വിഷം പുറത്തുവിട്ട് നോക്കിയാലോ? അതെങ്ങനെ ചെയ്യും? ആരെയാണ് പരീക്ഷിച്ചു നോക്കുക? ഇവനിൽ പരീക്ഷിച്ചു നോക്കിയാലോ? ഇവനാണ് അതിന് പറ്റിയതും. സുന്ദർ, ആഹാ ദക്ഷു, നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതേയില്ല. ആ, എനിക്ക് അങ്ങനെയും ചില കഴിവുകളൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത് നിൽക്കുന്നതേ പെട്ടെന്നാർക്കും കാണാനാവില്ല. അതെന്താ സൂത്ര, നിനക്ക് മാജിക് അറിയോ? ആ, ചില ചെറിയ മാന്ത്രിക വിദ്യകളൊക്കെ അറിയാം. എന്നാ ഒരു മാജിക് കാണിച്ചേ. തീർച്ചയായും. നിന്റെ കൈ ഇങ്ങോട്ട് തരൂ. നിന്റെ ഈ കയ്യിൽ ഞാനൊരു മാജിക് കാണിച്ചു തരാം. ഇപ്പൊ ഇവളെന്റെ കൈ ചോദിക്കുന്നു, കുറച്ചു കഴിയുമ്പോ മനസ്സുകൂടി ചോദിക്കോ? എന്താ സ്വന്തം, എന്താ നീ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ദക്ഷിണെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്നെ കുറിച്ച് എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കാൻ? പറയേ. അതൊന്നുമില്ല, ഇവൾക്ക് മനസ്സിലുള്ളത് കൂടി കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു. സുന്ദരേ. എന്തോ? നിനക്ക് മാന്ത്രിക വിദ്യ കാണിച്ചു തരണ്ടേ? വേണം. എന്നാ കൈ ഇങ്ങോട്ട് താ. നീ എന്ത് വേണേലും ചെയ്തോ. ഇനി നീ കണ്ണടയ്ക്ക്. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, നീ കണ്ണടയ്ക്ക്. ഓ, അടച്ചു. ഇതാണ് നിന്റെ മാജിക്. നീ എന്തിനാ എന്റെ കൈ കടിച്ചേ? ഇവിടെ എന്താ എന്താ ഇവിടെ പ്രശ്നം? മാജിക് കാണിച്ചതാന്ന് പറഞ്ഞ് ഇവളെന്റെ കൈ പിടിച്ച് കടിച്ചതേ നോക്കി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. തന്റെ സ്വഭാവം അനുസരിച്ച് ദക്ഷിണയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കടിയല്ല അടിയ വെച്ചേരാ. കണ്ടോ? എന്താ ദക്ഷിണ ഇവിടെ നടന്നത്? നീ എന്തിനാ ഇവന്റെ കയ്യിൽ അങ്ങനെ ചെയ്തേ? എന്താ കാര്യം ഇവരോട് തന്നെ ചോദിച്ചു നോക്ക്. സുന്ദർ, സത്യം പറ, ഇവിടെ എന്താ നടന്നത്? മാജിക്, വേറൊന്നും നടന്നില്ല. മാജിക്കിന്റെ പേരും പറഞ്ഞ് ഇവൻ ദക്ഷിണയോട് എന്തെങ്കിലും നമ്പർ ഇട്ട് കാണും. അതിനായിരിക്കും കടിച്ചത്. അങ്ങനെയല്ല, എനിക്കൊരു മാജിക് കാണിച്ചതാന്ന് പറഞ്ഞ് അവൾ എന്റെ കൈ കടിച്ചത്. ആര്? ദക്ഷിണ? ആ. സുന്ദരേ, അതൊന്നും പറഞ്ഞ് ഞങ്ങള് വിശ്വസിക്കില്ല. ദക്ഷിണ അങ്ങനൊന്നും ചെയ്യില്ല. താൻ എന്തെങ്കിലും പണി ഒപ്പിച്ചതാണെങ്കിൽ ഇക്കാര്യം ഇനി വെളിയിലൊന്നും പറയണ്ട. അതാ നല്ലത്. എന്റെ ഈശ്വര, നടന്ന കാര്യം എങ്ങനെ ഞാൻ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? നടന്നതല്ലേ വിശ്വസിപ്പിക്കാൻ പറ്റൂ. എന്തായാലും സുന്ദർ പോയിക്കോളൂ. ഇക്കാര്യം ഞങ്ങളാരോടും പറയില്ല. ദക്ഷിണ കടിച്ച കാര്യം താനും ആരോടും പറയണ്ട. വാ കല്യാണി. ഇതെന്തൊരു കഷ്ടം. ഇപ്പൊ കുറ്റം എന്റെ തലയിലായോ? അവളുടെ ഒരു കടി. പാവം ഞാൻ. എന്റെ വിഷമേറ്റിട്ട് ഇവനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്താ വിഷം പ്രവർത്തിക്കാത്തത്?
ഞാനും ദക്ഷുവും തമ്മിൽ ഒന്നുമില്ലെന്നല്ല ഇവന്മാര് പറയുന്നത്. അവളും ഞാനും തമ്മിൽ വളരെ നല്ല ആത്മബന്ധത്തിലാണെന്ന് തെളിവോടെ കാണിച്ചു കൊടുത്താലേ ഇവന്മാര് വിശ്വസിക്കൂ. എന്തുവാടേ നീ ഇത്ര നേരം എവിടെ ഇരുന്നടാ? എനിക്കൊരു പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ആരുമായിട്ട് നിനക്ക് പ്രൈവറ്റ് മീറ്റിംഗ്? ആരുമായിട്ടായിരിക്കും? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. കല്യാണിയായിട്ടാണോ? രാഹുലെ, എനിക്ക് കിട്ടിയ ഭാഗ്യത്തെപ്പറ്റി ഓർക്കുമ്പോ നിനക്കല്പം അസൂയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് തീർക്കാൻ കല്യാണിയുടെ പേരും പറഞ്ഞ് നീ എന്നെ അധികമാക്കല്ലേ. ഓ, പിന്നെ ആരുമായിട്ടാണ് നിന്റെ പ്രൈവറ്റ് മീറ്റിംഗ് നടന്നത്? ദക്ഷിണായിട്ടായിരുന്നോ? ആ, നിനക്ക് വിവരമുണ്ട്. എടാ, നിങ്ങൾ കരുതുന്ന പോലെ അവളും ഞാനും തമ്മില് ഹലോ ഹായ് ബന്ധമൊന്നുമല്ല. പിന്നെന്താ, പ്രേമാണോ? പ്രേമമാണോന്ന് ചോദിച്ചാ പ്രേമമാണ്, എന്നാ അതിനേക്കാളും അപ്പുറവുമാണ്. പ്രേമത്തിനപ്പുറം നീയും അവളും തമ്മിൽ എന്താ ബന്ധം? An eternal love, അനശ്വര പ്രണയം. അവളെന്റെ കൈ തൊട്ടടാ. എടാ സുന്ദരേ, ഈ കാര്യം നീ ഞങ്ങളോട് പറഞ്ഞതിരിക്കട്ടെ. ഈ ഇല്ലത്ത് ആരെങ്കിലും ഈ നുണ അറിഞ്ഞാൽ നിന്റെ കാര്യത്തിലൊരു നല്ല തീരുമാനം ഉണ്ടാവും. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ദേ നോക്കടാ, തെളിവ് നോക്കടാ. ധാരാളം നിന്നെ കടിച്ചത്? പട്ടി കടിച്ചോ? പട്ടിയല്ലടാ, സാക്ഷാൽ ദക്ഷു. അവളെ എന്നെ കടിച്ചത്. പെണ്ണുങ്ങളോട് മര്യാദകൾ കാണിച്ചാൽ ഇതുപോലുള്ള കടി കിട്ടുമെന്ന് നിനക്ക് മനസ്സിലായല്ലോ. എടാ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കൂടി ചോദിക്ക. എങ്ങനെ സംഭവിച്ചെന്ന് നീ തന്നെ പറ. എടാ ഈശ്വരേ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവൻ പറയാതെ തന്നെ നമുക്ക് ഊഹിച്ചൂടെ? ഇവൻ അവളുടെ പിന്നാലെ നമ്പറിട്ട് നടന്നുണ്ടാവും. അവൾ അവൾക്കറിയാവുന്ന വിധത്തിൽ തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ടാവും. എടാ മോനെ സുന്ദരേ, നിന്നെ ഞങ്ങൾ എത്ര നാളായിട്ട് കാണുന്നടാ. സുന്ദരേ, നീ അടയാളം ഒന്നുകൂടെ കാണിച്ച് നോക്കട്ടെ. ദാ. ശരിക്കും നിന്നെ ദക്ഷിണ തന്നെയാണോ കടിച്ചത്? അതേടാ. ഇവൻ സ്വയം കടിച്ചിട്ടേ ദക്ഷിണയുടെ പേര് പറയുന്നതാണെന്നാ എന്റെ സംശയം. എടാ രാഹുലെ, നീ എന്നെ കൂടുതൽ കളിയാക്കല്ലേ. എടാ, നീ എന്നെ കളിയാക്കാതെ സംശയമാണെങ്കിൽ പോയാൽ ദക്ഷിണോട് തന്നെ ചോദിക്ക്. അപ്പൊ നിനക്ക് സത്യം അറിയാലോ. ദേ ദക്ഷു. എന്താ ഇവിടെ എന്റെ കാര്യം പറയുന്നത്? എന്റെ ഈ കൈ കടിച്ചത് നീയാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് വിശ്വസിക്കുന്നില്ല. നീ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്ക്. നീയാണോ ഇത് ചെയ്തത്? ഇത് നല്ല തമാശയാണല്ലോ. ഞാൻ എന്തിനാ ഇവനെ കടിക്കുന്നത്? ദക്ഷു, നീ പറഞ്ഞ മാജിക് അപ്പഴല്ലേ കടിച്ചത്? എന്താ ഈ പറയുന്നത് സുന്ദർ? ഞാൻ നിനക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്. എന്തിനീ നടക്കാത്ത കാര്യങ്ങൾ പറയുന്നേ? അപ്പൊ ഇവൻ പറഞ്ഞത് പച്ചക്കള്ളായിരുന്നല്ലേ? ദക്ഷു, ഇങ്ങനൊന്നും പറയരുത്. ശരിക്കും നടന്നത്. ശരിക്കും നടന്നതെന്താന്ന് പറയുന്നില്ല. പറഞ്ഞ നിനക്ക് നാണക്കേടാവും. ഇവൻ പറയുന്നൊന്നും നിങ്ങൾ കാര്യമൊക്കെ എടുക്കണ്ട. പോട്ടെ. ഇടം ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനെ. നീ എന്താ ആലോചിക്കുന്നേ? ഞാനിവന്റെ കയ്യിലെ അടയാളത്തെ പറ്റി നോക്കിയതാ. ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവൻ സ്വയം കടിച്ചതുകൊണ്ട് ഇതിനൊരുപാട് പ്രത്യേകതയുണ്ടാവും. നീ നിന്റെ പണി നോക്കി പോയേ. ഇതിന്റെ ഒരു കാര്യം ഈശ്വരേ, എടാ, ഇതിനെന്ത് പ്രത്യേകതയാ ഉള്ളത്? ഇന്ന് രാത്രി നീ എന്റെ കൂടെ ആ നാഗപ്പുറ്റിനടുത്തേക്ക് വരൂ. നീ ഇന്നലെ രാത്രി പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ? ഇന്ന് രാത്രി അവിടെ പോകാൻ തന്നെയാ എന്റെ തീരുമാനം. നീ ഈ കാര്യം ആരോടും പറഞ്ഞേക്കരുത്. ഇല്ലടാ. പിന്തിരിപ്പിക്കും തോറും നീ വീണ്ടും അവിടേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുകയാണല്ലേ? എന്റെ രഹസ്യം നീ കണ്ടുപിടിച്ച് അടങ്ങുന്നാണോ? എങ്കിലതൊന്ന് കാണണം. അവർ ഇന്നിവിടെ വരും. വന്നാൽ ആ ഈശ്വരി പൊറ്റി പരിശോധിക്കും. എന്റെ വാസസ്ഥലത്തിന്റെ അകത്ത് എന്താണെന്നറിയാൻ അവനെ അനുവദിക്കരുത്. അവർ വരുന്നതിന് മുൻപ് ഇതിനകത്ത് പ്രവേശിക്കണം. പ്രവേശിച്ചേ മതിയാകൂ. ഇതിലെനിക്ക് തിരികെ പ്രവേശിക്കാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ എനിക്കിതിൽ പ്രവേശിച്ചേ പറ്റൂ. എങ്ങനെ അകത്ത് കിടക്കും? ദക്ഷകി, ശിവശൂലത്തിൽ നീ സ്പർശിക്കരുത്. നീ ഭസ്മമാകും. നിന്നെ മോചിപ്പിച്ച ശിവശൂലം തന്നെ നിന്റെ നാശത്തിന് കാരണമാകും. എന്റെ വാസസ്ഥലത്ത് പ്രവേശിക്കാതിരിക്കാൻ ആരാണ് ഈ ചതി ചെയ്തത്?
എനിക്കിതിനകത്ത് കടന്നേ പറ്റൂ. ദക്ഷകി, ഒരു സാധാരണ സ്ത്രീയായി രൂപം പ്രാപിച്ച നിനക്ക് ഈ നാഗപ്പുറ്റിപ്പോൾ അന്യമാണ്. നീ എന്തിനു വേണ്ടിയാണോ ഇതിൽ നിന്നും പുറത്തു വന്നത്, ആ ലക്ഷ്യം നേടാതെ നിനക്ക് ഈ നാഗപ്പുറ്റിൽ തിരികെ കയറുവാനാകില്ല. ഒരു സത്യം കൂടി നീ അറിയുക, ഈ കാവിനകത്ത് മാത്രമേ നിനക്ക് നിന്നിലുണ്ടാകുന്ന ഉഗ്രവിഷം കൊണ്ട് ശത്രു നിഗ്രഹം നടത്തുവാനാകൂ. ഈ കാവിന് പുറത്ത് ഒരിടത്തും നിനക്ക് നിന്നിലെ ഉഗ്രവിഷം കൊണ്ട് ഒന്നും ചെയ്യുവാനാവില്ല. അതുകൊണ്ട് ഇനി നീ ബുദ്ധി കൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ നീ പരാജയപ്പെടും. അപ്പോൾ എനിക്കിതിൽ പ്രവേശിക്കാനാവില്ല അല്ലേ? പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം. എങ്കിൽ എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യണം. ഈ രാത്രിയില് കാവിനകത്താരാ? ഒരു പെണ്ണല്ലേ? രാത്രി കാവിനകത്ത് വരാൻ ഈ പെണ്ണിന് എങ്ങനെ ധൈര്യം വന്നോ? അവിടെ ആരാ? നാഗമടത്ത സന്തതി, നീ വീണ്ടും എന്റെ വലയിൽ വന്ന് പെട്ടിരിക്കുന്നു. ഇത്തവണ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. ഈ കാവിനകത്ത് മാത്രമേ നിനക്ക് നിന്നിലുണ്ടാകുന്ന ഉഗ്രവിഷം കൊണ്ട് ശത്രു നിഗ്രഹം നടത്തുവാനാകൂ. നീ കാവിനകത്തേക്ക് വരൂ. വന്നില്ലെങ്കിൽ നിന്നെ ഇവിടേക്ക് ഞാൻ വരുത്തും. ഇവളെന്താ മിണ്ടാൻ നിൽക്കുന്നത്? ഇറങ്ങി വാ, ഇറങ്ങി വരാൻ. ഓ, നീയായിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഉണ്ണിയേട്ടാ, ഒന്നിങ്ങോട്ട് വരൂ. ഞാനിവിടെ ഒരു നാഗത്തെ കണ്ടു. വേഗം വാ ഉണ്ണിയേട്ടാ. കാവാകുമ്പോ നാഗമൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഇങ്ങോട്ട് വാ. വാ. എടി, നിന്നോടാ പറഞ്ഞ വരാൻ. എടി, നിന്നോട് ഇങ്ങോട്ട് വരാൻ. ആർക്കും പ്രവേശനമില്ലാത്ത കാവില് നീ എന്തിനാടി തനിച്ചു വന്നത്? നിനക്കെന്താ ഇവിടെ ഇടപാട്? ഞാൻ മുത്തശ്ശി പറഞ്ഞിട്ട് ഒരു വിളക്ക് വയ്ക്കാനായി വന്നതാ. അപ്പോഴാ ഒരു നാഗത്തെ കണ്ടത്. അവളുടെ ഒരു വിളക്ക് വെപ്പ്. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മുത്തശ്ശി അല്ല ആര് പറഞ്ഞാലും തനിച്ചോട് വന്നേക്കരുത്. മനസ്സിലായി? മനസ്സിലായി. എന്നാ നീ ഇല്ലത്തേക്ക് പോ. ഓടി. ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു? ഈശ്വര സുന്ദരം ബോധം കെട്ട് പുറത്തെവിടെയോ വീണെന്ന് കേട്ടല്ലോ. ഞാൻ യവന്മാരുടെ കൂടെ ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നോട് പറയാതെ യവന്മാര് രാത്രി പുറത്താടിയത്. നിങ്ങൾ എന്തിനാ രാത്രി ഇല്ലത്തിന്റെ പുറത്തു പോയത്? ഞാൻ പോയതല്ലേ രേണുവടുത്തി, ഇവനെന്നെ വിളിച്ചോണ്ട് പോയതാ. അതെന്തിനാന്നാ ചോദിച്ചത്. ഉറക്കം വരാത്തോണ്ട് കുറച്ചുനേരം നടക്കാൻ കരുതി ഇറങ്ങിയതാ. പക്ഷേ ദക്ഷിണ അങ്ങനെയല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അവളെങ്ങനെ പറഞ്ഞേ? രണ്ടാൾക്കും ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെങ്ങനെയാ ബോധം കെട്ട് വീണു പോയത്? പാവ ശങ്കുണ്യമാവൻ വളരെ കഷ്ടപ്പെട്ടാ നിങ്ങൾ ഉണർത്തിയതെന്ന് പറയുന്നു. എങ്ങനെയാ നിങ്ങൾ വീണത്? ഞങ്ങൾ എങ്ങനെയാ വീണെന്ന് ദക്ഷിണയ്ക്ക് അറിയാലോ. അവളോട് ചോദിച്ചാ പോരെ? അക്കാര്യം ദക്ഷിണ പറയാത്തോണ്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്. എന്തായാലും വന്നത് വന്നു. ഇനി ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കരുത്. വാ കല്യാണി. ഇന്നലെ ഈശ്വരൻ സുന്ദരം കൂടി കാവിലേക്കല്ലേ പോവാൻ ശ്രമിച്ചത്? കാവില് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതൊന്നും നിങ്ങളോട് പറയാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിന് ശ്രമിക്കരുത്. എടാ,
നിന്നോട് ഞാനും വൈഷ്ണവിയും സ്വാതിയും പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ രാത്രി നിങ്ങൾ ചാടിയത്? ആ ദക്ഷിണ ആ സമയത്തോടെ വന്നതാ, എല്ലാം കുഴപ്പമായി. അത് ശരിയാ. അവൾ വന്നതുകൊണ്ട് ബോധം കെട്ട് വീണ നിങ്ങളെ ശങ്കുണ്ണിയമ്മാവൻ കണ്ടു. അല്ലെങ്കിൽ വല്ല നാഗം കുത്തി നീയൊക്കെ പടിയായി പോനെ. എടാ, എനിക്കൊരു സംശയം. നമ്മൾ ഇന്നലെ രാത്രി വെള്ളം അടിച്ചിട്ടില്ല. തോന്നിയാസം പറയാത്ര. നമ്മൾ ഇന്നലെ രാത്രി ഒഴികെ എല്ലാ രാത്രിയിലും വെള്ളമടിയാണോ പണി? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല അളിയാ പറഞ്ഞത്. എടാ, ഒരു തുള്ളി മദ്യം പോലും കഴിക്കുന്ന ശീലമില്ലാത്ത നമ്മൾ എങ്ങനെയാ അവിടെ ബോധം കെട്ട് വീണത്? ആ എനിക്കറിയില്ല. ആ സമയത്ത് എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നി. പെട്ടെന്ന് തല ഇറങ്ങി അങ്ങ് വീണു. പിന്നെ ശങ്കുണിയാരെയാ ഞാൻ കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചതാ? എന്റെ ബലമായ സംശയം, ഞാനും ഈശ്വരും കാവിലേക്ക് പോകുന്ന വഴിയായിരിക്കാം ആ ദക്ഷകിയുടെ വരവുണ്ടായത്. ദക്ഷയ്ക്ക് അദൃശ്യ ശക്തിയാണല്ലോ. അവള് ഞങ്ങളെ അടിച്ച് താഴെ ഇട്ടതായിക്കൂടെ? എടാ, അതിനാ ദക്ഷകി നമ്മുടെ എതിരെ വരുന്നത് നീ എങ്ങനെ അറിഞ്ഞു? എന്റെ അളിയ, ആ സമയത്തൊരു കാറ്റടിച്ചായിരുന്നു. എടാ, ദക്ഷക്ക് നിങ്ങൾ അടിച്ചിട്ടതാണെങ്കിൽ ദക്ഷിണയെ കൂടി ബോധം കെടുത്തേണ്ടതല്ലേ? എടാ, ശങ്കുണ്ണി നായർക്കും കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാൾക്ക് മാത്രം എങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ഇന്ന് രാത്രി അതേ സമയത്ത് അതേ സ്ഥലത്തുകൂടി നമ്മൾ ഒന്നുകൂടി സഞ്ചരിച്ചു. ആ പേരും പറഞ്ഞ് നിനക്ക് ഇന്നും കാവിൽ പോകാനുള്ള പരിപാടിയാണല്ലേ? ഞാനെങ്ങും ഇല്ല മോനെ. എടാ, രേണുവടുത്തി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി കാവിൽ പ്രവേശനം തുടങ്ങാതെ അവിടെ പോവണ്ട. ആ, അതാ നല്ലത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. വാ പോവാ. നീ ഒന്ന് ആലോചിക്ക്. ഒരു സാധാരണ സ്ത്രീയായി ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട്. കാവിനകത്ത് മാത്രമേ എനിക്ക് വിഷം പുറപ്പെടുവിക്കാനാവൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? സുന്ദറിൽ എനിക്ക് വിഷം പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാകുമോ കാവിലും? കാവിലേക്ക് ആരാണ് വരിക? ആരിലത് പരീക്ഷിക്കും? ദക്ഷിണേ, ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? കല്യാണി കുളിക്കാനേ വന്നതാണോ? അല്ല, ഞാൻ ക്ഷേത്രത്തിൽ പോവാൻ വന്നതാ. ക്ഷേത്രത്തിൽ കയറും മുമ്പ് കുളത്തില് കാല് നനയ്ക്കുന്ന പതിവുണ്ട്. എന്തേ കുളി കഴിഞ്ഞിട്ട് പോവാതെ നിൽക്കുന്നത്? കല്യാണിക്ക് ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോ ആരുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാ ഇപ്പോഴെന്റെ ബന്ധുക്കൾ. നിനക്കിവിടെ വാല്യപ്പണിക്ക് എത്രയാ ശമ്പളം? ശമ്പളമൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. ശമ്പളത്തിന് വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് കല്യാണിക്ക് എന്താ പ്രയോജനം? നാഗമഠത്തുകാർക്ക് ഒരുപാട് സമ്പത്തില്ലേ, പിന്നെ ശമ്പളം വാങ്ങിയാൽ എന്താ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എല്ലാം സ്വന്തം വീട് പോലെയാ. സ്വന്തം വീട്ടിലെ പണി ചെയ്യുന്നത് പോലെയാ ഞാനിവിടെ ജോലി ചെയ്യുന്നത്. സ്വന്തം വീട്ടിലെ പണിക്ക് ആരെങ്കിലും കൂലി വാങ്ങുമോ? എനിക്ക് നിന്റെ ഈ സ്വഭാവം വളരെ ഇഷ്ടായി. അതിരിക്കട്ടെ, നീ എന്റെ കൂടെ വരുന്നോ? എവിടേക്ക്? ഈ മനയിലെ ചടങ്ങുകളെല്ലാം കഴിയുമ്പോ ഞാൻ മേലത്തൂരേക്ക് മടങ്ങും. മേലത്തൂരിലും ഇതുപോലൊരു വലിയ ഇല്ല. നീ എന്റെ കൂടെ വന്നാ അവിടെ ജീവിക്കാം. ഇത്രയും ജോലി അവിടെ ഇല്ല, നല്ല കൂലിയും തരാം. എന്തു പറയുന്നു? ദക്ഷിണ എന്നോട് ക്ഷമിക്കണം. ഈ ഇല്ലം വിട്ട് ഞാൻ ഒരിടത്തേക്കും വരില്ല. ഇവിടെയുള്ളവരെ പിരിഞ്ഞു ജീവിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ മരണം വരെയും ഇവിടെ തന്നെ ഞാൻ ജീവിക്കും, എങ്ങോട്ടും പോവില്ല. നിന്നെ ഇവിടെയുള്ളവർ തല്ലിയിറക്കി വിട്ടാലോ? നീ പോവേണ്ടി വരില്ലേ? അങ്ങനെ സംഭവിച്ച എന്റെ യാത്ര ഈ കുളം വരെയുണ്ടാവും. ഇവിടെ ഞാൻ അവസാനിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇവിടെ കാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ എന്താ വഴി? എന്താ ദക്ഷിണ? എനിക്കൊരാഗ്രഹമുണ്ട്. എന്താഗ്രഹം? നമ്മുടെ മുത്തശ്ശൻ കാവിൽ കയറി തൊഴണമെന്ന് ആഗ്രഹം. അതെന്താ? നാഗപഞ്ചമി കഴിയട്ടെ, തൊഴാലോ. ഇന്ന് തന്നെ കാവിൽ തൊഴണമെന്നാ എന്റെ ആഗ്രഹം. അതെന്താ ഇന്ന് തന്നെ തൊഴണമെന്ന് ആഗ്രഹം? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമുണ്ട് കല്യാണി. ഇന്ന് എന്റെ അമ്മയുടെ ജന്മദിന. അമ്മ സുഖമില്ലാത്ത ആളാ. ആണോ? അതുകൊണ്ടാ കാവിൽ കയറി തൊഴാനൊരു മോഹം. നീ എന്റെ കൂടെ വരൂ? കാവിൽ ആർക്കും കയറിക്കൂടല്ലോ. നമ്മൾ കയറുന്നത് ആരെങ്കിലും കണ്ട പ്രശ്നാവില്ലേ? ആരും കാണില്ല. നീ എന്റെ കൂടെ ഒന്ന് വാ. വാ കല്യാണി. ശരി. കല്യാണിയോടൊപ്പം ക്ഷേത്രത്തിൽ തൊഴാൻ കയറണം. ഞങ്ങള് പോട്ടെ? കല്യാണി എന്റെ കൂടെ വരട്ടെ. ഇവളെ കൊണ്ട് ഇല്ലത്തൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ദക്ഷിണ ക്ഷേത്രത്തിൽ പോയി തൊഴുതോളൂ. ഇവളുകൂടി വരാന്ന് പറഞ്ഞതാ. അതിനെന്താ, ദക്ഷിണ ക്ഷേത്രത്തിലേക്ക് നടന്നോളൂ. ഇവളെയും കൊണ്ട് ഞാൻ വന്നേക്കാം. പെട്ടെന്ന് ചെന്നോളൂ. എന്നാ പിന്നെ ദക്ഷിണ പോയിക്കോളൂ.
ഞാൻ രേണുവടുത്തിയോടൊപ്പം വരാം. ശരി. നീ ഭാഗ്യം കൊണ്ട് വഴുതി രക്ഷപ്പെട്ടു. വീണ്ടും വരും നീ എന്റെ മുന്നിൽ ഇതുപോലെ. അന്ന് നീ രക്ഷപ്പെടില്ല. കുളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തന്നെ പോന്നോ? ക്ഷേത്രത്തിൽ കയറിയില്ലേ? അത് ക്ഷേത്രത്തിൽ കയറി തൊഴുതു വരുന്ന വഴിയാ. നെറ്റിയിൽ പ്രസാദം കാണാത്തോണ്ട് ചോദിച്ചതാ. എന്തേ, പ്രസാദം ഇടുന്ന പതിവില്ലേ? പ്രസാദം ഇടാറുണ്ട്. ഇപ്പൊ ഇടാൻ മറന്നുപോയതാ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. മേലത്തൂര് ഒരു കാവും ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ആരാ തിരുമേനി? ഇയാൾ എനിക്കൊരു ശല്യമായിരിക്കുകയാണ്. ഇയാൾ കാവിലേക്ക് വന്നാൽ ഇയാളുടെ കഥ ഞാൻ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഈ ശല്യം തുടരും. ചോദിച്ചത് കുട്ടി കേട്ടില്ലേ? അവിടെ ഇപ്പൊ ആരാ തിരുമേനി? അവിടെ ഇപ്പോ നിത്യപൂജയില്ല ശങ്കുണ്ണിയമ്മാവ. മാസത്തിൽ 1000 മാത്രമേ ഉള്ളൂ പൂജ. അത് സൗകര്യം പോലെ ഏതെങ്കിലും തിരുമേനിമാർ വന്ന് ചെയ്യാ പതിവ്. ഓഹോ, അങ്ങനെയാണോ? ആ അമ്മാവ, എനിക്കൊരു സഹായം ചെയ്യാമോ? എന്താ? എന്റെ കൂടെ കാവിലേക്കൊന്ന് വരാമോ? കാവിൽ കേറിക്കൂടല്ലോ. എന്തിനാ ഇപ്പൊ കാവിൽ പോകുന്നേ? ഇന്ന് എന്റെ അമ്മയുടെ ജന്മദിനാ. കാവിലൊരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനാ. ശങ്കുണ്ണിയമ്മാവൻ എന്റെ കൂടെ ഒന്ന് വരുമോ? കുട്ടി, എന്താ ഈ പറയുന്നേ? കാവിൽ നാഗപഞ്ചമി കഴിയാതെ കേറിക്കൂടാ. അവിടെ പൂജ പോലും മുടങ്ങി കിടക്കയല്ലേ. നാഗപഞ്ചമി കഴിയുമ്പോ മേലേടം വരും. ദേവപ്രശ്നം കഴിഞ്ഞ് ശുദ്ധി കലശം നടത്തിയിട്ടേ കാവിൽ പ്രവേശിക്കാവൂ. അമ്മയുടെ ജന്മദിനമാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. കാര്യാലയത്തിനകത്ത് നിന്ന് പൂജാദ്രവ്യം എടുത്തു വെക്കാൻ വാസുദേവനോട് പറയാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ?